നമസ്കാരം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കേരളം ഗവർണറുടെ അഹങ്കാരത്തിന് മുന്നിൽ തലകുനിക്കില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇപ്പോഴത്തെ വാദം. ഒരു സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങളെ ആകെ തകർക്കാൻ ശ്രമിക്കുകയും ഭരണാധികാരികളെയും കേരളത്തെ ആകമാനം അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹമെന്നും ആ വ്യക്തിയോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അറിയില്ല എന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. റിപ്പബ്ലിക് ദിന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്താൻ മാത്രമാണ് കൂടുതൽ സമയം ഗവർണർ ചെലവഴിച്ചതെന്നും വി ശിവൻകുട്ടി കുറ്റപ്പെടുത്തി. സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളെക്കുറിച്ച് വളരെ കുറച്ചാണ് ഗവർണർ പ്രതിപാദിച്ചതെന്നതാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പരാതി. രാജ്ഭവനിൽ ഗവർണർ പ്രവർത്തിക്കുന്നത് RSS നിർദ്ദേശപ്രകാരമാണ് എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല എന്നും അതിനുള്ള സംവിധാനമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നതെന്ന് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. പ്രശസ്ത ചരിത്രകാരൻ ഇൻഫാൻ ഹബീബിനെ ഗുണ്ട എന്ന് വിളിച്ച് ഗവർണർ അധിക്ഷേപിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി മുൻ ജഡ്ജി രോഹിൻടൻ നരിമാനും അച്ഛൻ പ്രമുഖ അഭിഭാഷകൻ ഫാലി എസ് നരിമാനുമെതിരെ ഗവർണർ അധിക്ഷേപം ചൊരിഞ്ഞതും നാം കണ്ടു എന്നും ശിവൻകുട്ടി പറഞ്ഞു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് കൈക്കൊള്ളുന്ന സമീപനം കണ്ടാൽ ഏതെങ്കിലും ഒരു മലയാളികൾക്ക് ഗവർണറോട് മിണ്ടാൻ കഴിയുമോ എന്നും ശിവൻകുട്ടി ചോദിച്ചു. ഗവർണറുടെ കുറെ നാളുകളായുള്ള സമീപനങ്ങളെ പാടെ മറന്നുകൊണ്ട് ഗവർണറോട് ഇടപഴകാൻ കഴിയില്ല എന്നാണ് മന്ത്രി ശിവൻകുട്ടിയുടെ പ്രസ്താവന. അതേസമയം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പതാക ഉയർത്തിക്കൊണ്ട് ഇന്ന് 75ാമത് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ആ സന്ദർഭത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ബാഹ്യ ഇടപെടലുകൾ അക്കാദമിക മേഖലയെ മലിനമാക്കുന്നു എന്നാണ് ഗവർണർ പറഞ്ഞത്. ബാഹ്യ ഇടപെടലില്ലാത്ത സ്വതന്ത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിന് അനിവാര്യമാണ് എന്നും ഗവർണർ പറഞ്ഞിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എടുത്തു പറഞ്ഞതായിരുന്നു ഗവർണറുടെ റിപ്പബ്ലിക് ദിന പ്രസംഗം. ഇതിനെല്ലാമുള്ള മറുപടി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം പരസ്പരം ഒന്ന് മിണ്ടുക പോലും ചെയ്യാതെ പരിപാടിയിൽ പങ്കെടുത്ത മുഖ്യമന്ത്രിയും ഗവർണറും ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് ഉയർത്തിയിരിക്കുന്ന പ്രസ്താവന വലിയ ചർച്ചയ്ക്ക് ഇടയാക്കി. രാജ്യത്തെ ഭരണഘടന വലിയ വധഭീഷണിയിലാണ് ഇപ്പോഴുള്ളതെന്നാണ് റിയാസിന്റെ പ്രസ്താവന. കുറച്ചു കാലമായി ഭരണഘടന വലിയ നിലയിൽ ആക്രമണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടന വധഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു. എപ്പോഴാണ് ഭരണഘടനയുടെ കഥ കഴിയുക എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക് എന്നും റിയാസ് പറഞ്ഞു. അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് രാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ടു പോകുന്നത്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തിന് വലിയ പ്രാധാന്യമാണ് ഇന്ത്യൻ ഭരണഘടന നൽകുന്നത്. മതസൗഹാർദ്ദവും മതനിരപേക്ഷതയും നിലനിന്നു പോകുക എന്നതാണ് നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത. ഈ മതനിരപേക്ഷത പോലും വലിയ നിലയിലുള്ള ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ ഒരു മതവും ഒരു മാറ്റങ്ങളോട് ശത്രുതാപരമായ സമീപനം സ്വീകരിക്കില്ല എന്നതാണ് വാസ്തവം. എന്നാൽ മതസാഹോദര്യത്തിൽ വലിയ വെല്ലുവിളികൾ വരുന്ന തരത്തിലേക്ക് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഓരോ പ്രവൃത്തിയും നീങ്ങുന്നു എന്നതാണ് റിയാസിന്റെ പ്രസ്താവന. ഭരണഘടനയുടെ പ്രധാന തത്വങ്ങളെല്ലാം അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നതെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഓർക്കാൻ എന്നും കുറേ നല്ല ഓർമ്മകൾ തന്നവർ വെറും ഓർമ്മയായി പോയല്ലോ എന്നോർക്കുമ്പോൾ ഉള്ളിലൊരു പിടച്ചിലുണ്ടാകാറില്ലേ നമുക്ക്? എത്ര വർഷങ്ങൾ കൊഴിഞ്ഞു പോയാലും നമ്മുടെയൊക്കെ ഓർമ്മകളിൽ മധുരമുള്ള ചില ഓർമ്മകൾ ബാക്കിയുണ്ടാകും. സൗഹൃദങ്ങൾ, സഹപാഠികൾ, പ്രണയങ്ങൾ, അധ്യാപകർ, അച്ഛനമ്മമാർ, അയൽക്കാർ, അങ്ങനെ ഒരിക്കൽ നമ്മൾ ആരൊക്കെയോ ആയിരുന്നു അല്ലേ? നേടിയതിൻ്റെയും നഷ്ടപ്പെടുത്തിയതിൻ്റെയും അളവ് നോക്കിയാൽ മുൻതൂക്കം എപ്പോഴും നഷ്ടങ്ങൾക്കു തന്നെയാണ്. അതിൽ ഏറ്റവും വലിയ നഷ്ടം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഇന്നലെകളാണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ സമ്മാനിച്ച പലരും നമ്മളെ വിട്ടുപോയിട്ടുണ്ടാകും. എനിക്കുമുണ്ട് ഒരുപാട് ഓർമ്മകൾ. യാത്രകൾ, സൗഹൃദങ്ങൾ, പ്രണയം, സങ്കടങ്ങൾ, സന്തോഷങ്ങൾ, അങ്ങനെ ഈ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം. ദി മാർക്കോ പോളോ മെമ്മറീസ് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും രാത്രി 7:30 നിങ്ങളുടെ DNA ന്യൂസിൽ.